ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ന്യായവിധി എന്നുള്ളതായിരുന്നു അന്നത്തെ വിഷയം. അതിനുശേഷം ദിവസങ്ങൾ കടന്നുപോയി. നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വിഷയവുമായി ഞാൻ വരികയാണ്. ഇന്നത്തെ ഈ ആഴ്ച ലോകമെങ്ങും ക്രിസ്മസിൻ്റെ ആഘോഷത്തിമർപ്പിൽ ആയിരിക്കുന്ന ഒരവസരം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം. ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിവസം തന്നെ എനിക്ക് ആ ക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് ഒട്ടും അനൗചിത്യം അതിനകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തികച്ചും ഉചിതമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജന്മദിനം അതിന്ന് ലോകം ഘോഷിക്കുന്നത് ഡിസംബർ 25. ഒരിക്കലും ഡിസംബർ 25 എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ജന്മദിനം അല്ല എന്നുള്ള വലിയ സത്യം അവിടെയുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ മറ്റൊന്ന്, ക്രിസ്തു തൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഈ രണ്ട് വസ്തുതകളും നിലനിൽക്കെ തന്നെ ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ ജന്മദിനം ഘോഷിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന ഒരു മഹത് വ്യക്തി ജീവിച്ചിരുന്നു, ലോകത്തിൻ്റെ രക്ഷിതാവായി ഇവിടെ ജനിക്കുകയും ആ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകുകയും ചെയ്ത ഒരു ലോകരക്ഷിതാവ് ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് അവൻ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ആൾരൂപമായിരുന്നു, അതിൻ്റെ പ്രവാചകനായിരുന്നു എന്നുള്ള ആ വലിയ വസ്തുത ലോകം അംഗീകരിക്കുന്നു. ആ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇന്നേ ദിവസം ഏറെ ഈ വിഷയം, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ചില വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അനേകരും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം. ക്രിസ്തു എന്നൊരു പുരുഷൻ ജീവിച്ചിരുന്നു എന്ന് പോലും സമ്മതിക്കാത്തവർ, ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരിൽ തന്നെ ചിലരെങ്കിലും അവൻ ഇപ്രകാരം കാൽവറിയിൽ ഒരു ബലിയായി തീർന്നു എന്ന് വിശ്വസിക്കാത്തവർ, അങ്ങനെയുള്ളവരൊക്കെ ഇന്ന് ഈ ലോകത്തുണ്ട്. അവരൊക്കെ അങ്ങനെ അവരുടെ നിലപാടിൽ നിൽക്കട്ടെ. എങ്കിലും ഒരു വസ്തുതയുണ്ട്. ക്രിസ്തു ഇന്ന് ഈ ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ഒരു ചരിത്ര പുരുഷൻ ലോകത്തിലുണ്ടായിരിക്കുന്നു. അപ്പോൾ അവൻ അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്നത്തെ യുക്തിവാദികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകന്മാർക്കോ സാധിക്കുന്നുവെങ്കിൽ അവർ ചരിത്രത്തോട് അവരെത്ര നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇപ്പം ചരിത്രവുമായി യാതൊരു വിധത്തിലും നീതി പുലർത്താതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ തങ്ങൾ മഹാന്മാരെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ പോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വലിയ മഹത്വമാണെന്ന് ചിന്തിക്കുന്നവർ. പറഞ്ഞതുപോലെ ലോക ചരിത്രത്തെ ഇപ്രകാരം രണ്ടായി തിരിക്കുവാൻ തക്കവണ്ണം BC എന്നും AD എന്നും രണ്ടായി തിരിക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരു നേതാക്കന്മാർക്കും സാധിച്ചിട്ടില്ല. ലോകത്തിൽ എത്രയോ നേതാക്കന്മാർ, രാഷ്ട്രീയമായും മതപരമായും എത്രയോ വലിയ നേതാക്കന്മാർ ലോകത്തിൽ ഉദയം കൊണ്ടിട്ടുണ്ട്. അവർക്കൊന്നും സാധിക്കാത്തൊരു വസ്തുതയാണ് ക്രിസ്തു എന്ന ആ മഹാപുരുഷൻ്റെ നാമത്തിൽ കൂടെ നാം കാണുന്നത്. മറ്റൊന്ന്, ലോകത്ത് എത്രയോ മതസ്ഥാപകരുണ്ടായിട്ടുണ്ട്, എത്രയോ രാഷ്ട്രീയ നേതാക്കളുണ്ടായിട്ടുണ്ട്. പലരും രാഷ്ട്രീയമായി വളരെയധികം നല്ല പ്രവർത്തികൾ ലോകത്തിന് ചെയ്തിട്ടുള്ളവരുണ്ട്. എബ്രഹാം ലിങ്കൺ അമേരിക്കയിൽ അടിമത്വം നിർത്തലാക്കിയ മഹാനാണ്. മഹാത്മാഗാന്ധി നൂറ്റാണ്ടുകളായ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും നമ്മുടെ ഭാരതത്തെ മോചിപ്പിച്ച മഹാവ്യക്തിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവാണ്. അങ്ങനെ ലോകത്തിൽ എത്രയോ മഹാരഥന്മാരുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി മുസ്ലിം സഹോദരങ്ങളുടെ ആത്മീയ ആചാര്യനാണ് അദ്ദേഹം. അതുപോലെ ശ്രീബുദ്ധൻ, ഇങ്ങനെ മറ്റനേകം ആത്മീയ നേതാക്കന്മാരും മതസ്ഥാപകരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം മരിച്ചു മൺമറഞ്ഞു. അവർ മാത്രമല്ല, ആദാം മുതൽ ഇന്നു വരെയുള്ള മനുഷ്യവർഗത്തിൽ ബഹുകോടികൾ മരിച്ചു മൺമറഞ്ഞു. അവർ മണ്ണിനടിയിൽ കല്ലറയിൽ വിശ്രമിക്കുകയാണ്. പക്ഷേ നാം നോക്കിയാൽ ക്രിസ്തു എന്ന ഒരു ഏക പുരുഷൻ്റെ കല്ലറ മാത്രമേ ഇന്ന് തുറന്നു കാണുന്നുള്ളൂ.
അതാണ് നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം. ആ കല്ലറയിൽ നാം പരിശോധിച്ചാൽ, ശാസ്ത്രീയമായി പരിശോധിച്ചാൽ, മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും, ആ മനുഷ്യ ശരീരത്തിൻ്റെ ചെറിയൊരു ലക്ഷണം പോലും ആ മണ്ണിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം അവൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയവനല്ല. കല്ലറകൾക്ക് അവനെ പിടിച്ചു വെക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പം അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ കല്ലറകൾ തുറന്നവനായ ക്രിസ്തു ഈ ലോകത്തിൽ അവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കുന്ന ആ ക്രിസ്തു അവൻ തൻ്റെ ജീവിതം കൊണ്ട് മനുഷ്യരെ അനേകം പാഠങ്ങൾ പഠിപ്പിച്ചവരാണ്. അവൻ പഠിപ്പിച്ചിട്ടുള്ള ആ ജീവിത പാഠങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വളരെയധികം വിലമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ക്രിസ്തുവിൻ്റെ ആ ജീവിത ധർമ്മങ്ങളിലേക്ക്, അല്ലെ അവൻ തൻ്റെ ജനങ്ങൾക്ക് ഉപദേശിച്ച് നൽകിയിട്ടുള്ള അവൻ്റെ ആ വലിയ ജീവിത തത്വങ്ങളെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ലോകം വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ആഗോള വ്യാപകമായി ലോകത്തെ ഗ്രസിക്കുന്ന കുറേയേറെ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം അത് വലിയൊരു ആഗോള വ്യാപകമായി ബാധിക്കുന്ന, മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വലിയ വസ്തുതയാണ്. അതുപോലെ തന്നെ അതിനേക്കാളേറെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഇന്നത്തെ ജനസമൂഹം ലക്ഷ്യബോധമില്ലാത്ത ജനസമൂഹമാണ്. അവരെങ്ങോട്ട് പോകുന്നു, അവരുടെ ജീവിതയാത്രയ്ക്ക് എന്ത് ലക്ഷ്യമുണ്ട്? അപ്പം അങ്ങനെ ലക്ഷ്യബോധമില്ലാത്ത ഒരു ജനസമൂഹം നമുക്ക് ചുറ്റുമുള്ളത്. ഇന്ന് നമുക്ക് ചുറ്റും നാം കാണുന്നത് അനീതിയുടെ വിളനിലമാണ് നമ്മുടെ സമൂഹം. ഇവിടെ നീതി എന്നുള്ളത് നമുക്ക് അന്യം നിന്ന് പോയ ഒരു അവസ്ഥയാണ് നീതി എന്നുള്ളത്. ഇവിടെ പാവപ്പെട്ടവനോ അല്ലെങ്കിൽ ആശ്രയിക്കാൻ മറ്റും ആരുമില്ലാത്തവർക്കോ നീതി ലഭിക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു ഭരണകൂടത്തിന് കീഴിലും ലഭിക്കുന്ന ഒന്നല്ല നീതി എന്നുള്ളത്. ഇപ്പം നീതി നടപ്പാക്കാൻ ഇവിടെ ഒരു ഗവൺമെൻറ്റിനുണ്ട്. ആ ഗവൺമെൻറ്റിന് ഒരു ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളിലേക്കും നാം നോക്കുക. ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന തികച്ചും അനീതിപരമായിരിക്കുന്ന കുറേ നിഗമനങ്ങളും കുറേ അന്വേഷണ റിപ്പോർട്ടുകളുമുണ്ട്. അതിലേക്കൊന്നും ഞാൻ വിശദമായി കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ കുറ്റവാളിയെ രക്ഷിക്കുവാനും അങ്ങനെ നിരപരാധിയെ ശിക്ഷിക്കുവാനുള്ള ഒരു സംവിധാനമാണ്, ഒരു ഭരണ സംവിധാനത്തിന് കീഴിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെ നീതി നടത്തേണ്ടവരെ നിയന്ത്രിക്കുന്നത് ഭരണകൂടങ്ങളാണ്. അപ്പോൾ ഭരണകൂടങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്യുന്ന തെറ്റുകളെന്തും നല്ലതാണെന്ന് എന്ന് പറയുവാൻ വേണ്ടി അവർ അധികാരങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള അനീതി നിറഞ്ഞ ഒരു ലോകത്ത് നാം ജീവിക്കുക. ഇനി നാം ഒന്നുകൂടെ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് കണ്ടയ്ക്കുക. ആത്മഹത്യ, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്ക്. ഓരോ ദിവസവും നേരം വെളുത്താൽ അല്ലെങ്കിൽ പത്രവാർത്തകളോ TV വാർത്തകളോ നാം വായിക്കുമ്പോൾ ആത്മഹത്യയുടെ വലിയൊരു കണക്കുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. മാത്രമാണോ? അപ്പോൾ നാം നോക്കിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്ന കുലപാതകങ്ങൾ, കൊലയും കുലപാതകങ്ങളും കൊണ്ട് നമ്മുടെ അന്തരീക്ഷം നിറഞ്ഞിരിക്കുകയാണ്. എത്രയേറെ കുലപാതകങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. കാമുകൻ കാമുകിയെ, അല്ലെങ്കിൽ കാമുകി കാമുകനെ, ഭാര്യ ഭർത്താവിനെ, അപ്പൻ മകനെ, അല്ലെങ്കിൽ മകൻ അപ്പനെ അമ്മയെ ഒക്കെ നിർദാക്ഷിണ്യം കൊന്നു തള്ളുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർക്ക് ആ ധർമ്മത്തിൻ്റെ യാതൊരു ചിന്താഗതിയും ഇല്ലാതെ മൂല്യച്യുതി സംഭവിച്ച ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് ഇവയുടെയൊക്കെ ഉപയോഗം കൊണ്ട് നമ്മുടെ യുവ തലമുറ തന്നെ തെറ്റായ ദിശയിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ആ മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നത് ഏതവസ്ഥയിലാണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് നമുക്ക് നോക്കുക, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന മറ്റൊരു മഹാരോഗമാണ്
എന്താ വിവാഹമോചനം എന്നുള്ളത്, കുടുംബ ഭദ്രത, കുടുംബം എന്നുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോയി. അവർ വിവാഹം കഴിച്ച് 2-3 ആഴ്ചകൾ തികയുന്നതിന് മുമ്പ് തന്നെ വിവാഹമോചനം നേടുന്ന ദമ്പതികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. എത്ര ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ നാം നോക്കുക, വഞ്ചന, തട്ടിപ്പ്, ഏത് വിധത്തിലും മനുഷ്യരെ വഞ്ചിക്കുക, അവരെ തട്ടിച്ച് പണം സമ്പാദിക്കുക എന്നുള്ള വലിയ ഒരു പദ്ധതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്, പീഡനങ്ങൾ എത്ര വർദ്ധിച്ചു. 3-4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ 60-70 വയസ്സുള്ള വാർദ്ധക്യത്തിലെത്തിയവർ പീഡിപ്പിക്കുകയാണ്. എവിടെയാണ് നമ്മുടെ ധർമ്മബോധം? എവിടെയാണ്? അങ്ങനെ ധാർമ്മികമായി അധപ്പതിച്ച ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെ മലീമസമാക്കപ്പെട്ട ഒരു സമൂഹം. വീണ്ടും നാം നോക്കുക, വർഗത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ, മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച്, അവരെ ഭിന്നിപ്പിച്ച്, അവരിൽ കൊലപാതകങ്ങൾ നടത്തി ഇവിടെ സ്ഥാനമാനങ്ങൾ നേടാൻ, അധികാരം നേടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല, മത നേതാക്കന്മാരും തന്നെയാണ്. അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എത്ര ഭയാനകമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റും രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സമാധാനം നഷ്ടപ്പെട്ട് ആകുലതകൾ മാത്രം ബാക്കിയാക്കിയ ഒരു ജനസമൂഹം നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ജനസമൂഹങ്ങൾ നമുക്കറിയാം, ഇന്ന് ചെറിയ പൈതങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എവിടെയാണ്? അവർ കൗൺസിലിംഗ് സെൻ്ററുകളെയാണ്. അവർ മാനസികമായി അവർക്ക് നേരിട്ടിരിക്കുന്ന ആ ഡിപ്രഷൻ, അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ വേണ്ടി കൗൺസിലിംഗ് സെൻ്ററുകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും വലിയ ഒരു കൗൺസിലർ ഉണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, നമ്മുടെ ജീവിതത്തിലെ അനേകം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. ഈ ക്രിസ്തു ഇന്നത്തെ മതനേതാക്കന്മാരെ പോലെയോ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ അല്ല. അവൻ അധികാരത്തിനു വേണ്ടി സത്യം വിട്ട് യാതൊന്നും അവൻ പ്രവർത്തിക്കാത്തവനാണ്. അവൻ നാം എന്ത് ചെയ്യണമെന്ന് അവൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ചവനാണ്. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനല്ല ക്രിസ്തു. താൻ പറയുന്നത് അതേപടി നിവർത്തിക്കുന്നവനാണ്. നിവർത്തിക്കാൻ സാധിക്കുന്നത് മാത്രം, അവൻ നിവർത്തിക്കേണ്ടത് മാത്രം പറയുന്നവനുമാണ്. അപ്പോൾ പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു വലിയ ഗുരുവാണ്, ലോകൈക ഗുരുവാണ് ക്രിസ്തു എന്നുള്ള വലിയ വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഈ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ ബൈബിൾ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. സക്കായി എന്നൊരു മനുഷ്യൻ ഈ ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി ചെല്ലുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തകൾ, വിവരങ്ങൾ കേട്ട് ആ ക്രിസ്തുവിനെ ഒന്ന് കാണണം. അവന് വലിയ ആഗ്രഹമാണ്. അവൻ ചെല്ലുമ്പോൾ ജനങ്ങൾ മുഴുവൻ ക്രിസ്തുവിനെ പൊതിഞ്ഞിരിക്കുക. പക്ഷെ അവൻ താരതമ്യേന ഉയരം കുറഞ്ഞവൻ. ഉയരം കുറഞ്ഞ ആ സഖായിക്ക് ക്രിസ്തുവിനെ കാണണം. അവൻ ഒരു അത്തിമരത്തിൽ, ഒരു കാട്ടത്തിമരത്തിൽ അവൻ കയറുകയാണ് ക്രിസ്തുവിനെ കാണാൻ വേണ്ടി. അപ്പോൾ ആ മനുഷ്യൻ്റെ ജിജ്ഞാസ എത്ര വലുതാ, ക്രിസ്തുവിനെ ഒന്ന് കാണണം. പക്ഷേ അവൻ ചെന്ന് കയറിയത് ഒരു കാട്ടത്തിയല എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സമൂഹം ക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും അവർ ക്രിസ്തുവിനെ അവന് ശരിയായ രൂപത്തിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ മതങ്ങളൊക്കെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന തെറ്റായ ഉപദേശങ്ങളിൽ കൂടെ, തെറ്റായ ചിന്താഗതികളിൽ കൂടെയാണ് അവർ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. അതൊരു കാട്ടത്തിയ ഇന്നത്തെ. പക്ഷേ ക്രിസ്തു വിളിച്ചു അവനെ, സഖായിയെ ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്നോടുകൂടെ പാർക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. നോക്കുക, എത്ര വലിയ ഭാഗ്യവാനാണ് ആ സഖായി. അങ്ങനെ നമുക്കും ആ ക്രിസ്തുവിനെ ഒന്ന് കാണാൻ ശ്രമിക്കാം. മറ്റൊരു സ്ത്രീയുണ്ട്, ആ ക്രിസ്തുവിനെ പൊതിഞ്ഞിരിക്കുന്ന ആ ജനസമൂഹത്തിന് ഇടയിൽ കൂടെ പതുക്കെ, അവളൊരു രോഗിയാണ്, രക്തസ്രാവ രോഗിയാണ്.
ഏതാണ്ട് 19 വർഷമായി ഈ രോഗത്തിന് അവൾ അടിമയാണ്. ആ ക്രിസ്തുവിനെ തൊട്ടാൽ മതി അവളുടെ രോഗത്തിന് സൗഖ്യം വരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവൾ ഈ ജനത്തിരക്കിനിടയിൽ കൂടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പൊന്ന് തൊട്ടതേയുള്ളൂ. ക്രിസ്തു അത് തിരിച്ചറിഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, അതെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ കാണുവാനും തൊട്ടറിയുവാനും ശ്രമിച്ചിട്ടുള്ള പല വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമുക്കും ആ ക്രിസ്തുവിനെ ഒന്ന് കാണാൻ ശ്രമിക്കാം. അവൻ എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് അവൻ എന്തുമാത്രം ഒരു ഉത്തരമാണ്, അവൻ അതൊരു മറുപടിയാണ്, അവൻ എങ്ങനെ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇനി ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഇന്നത്തെ ലോക നേതാക്കന്മാരെ പോലെയോ ഇന്നത്തെ പൗരോഹിത്യ മേധാവികളെ പോലെയല്ല. അധികാരത്തിന് വേണ്ടി അവൻ ഒരു നിമിഷം പോലും തൻ്റെ ശക്തിയോ തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അവൻ തൻ്റെ പിതാവിനോട് പൂർണ്ണ അനുസരണയുള്ളവനായിരുന്നു. നോക്കുക, അവൻ പിശാച് അവനെ പരീക്ഷിക്കുക. പിശാചിൻ്റെ പരീക്ഷ അവൻ യോർദാനിൽ സ്നാനമേറ്റു. അതിനുശേഷം മരുഭൂമിയിലേക്ക് അവൻ പോയി. അവിടെ 40 പകലുകൾ അവൻ ഉപവസിച്ചു. അവിടെ അതിനുശേഷം പിശാച് അവനെ എന്ത് ചെയ്തു? പരീക്ഷിക്കുവാൻ കൊണ്ടുപോയി. ആ പരീക്ഷയിൽ പിശാച് നടത്തിയ ഒരു പരീക്ഷ ഇതായിരുന്നു. അവനെ വലിയൊരു ഗോപുരത്തിന് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നും അവനെ ഈ ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ നിനക്ക് ഞാൻ നൽകാം, പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. ക്രിസ്തുവിനറിയാം തൻ്റെ ജന്മനിയോഗം എന്താണെന്ന് അവനറിയാം. ഈ ലോകത്തിൻ്റെ പാപപരിഹാരാർത്ഥം, ഈ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി അറുക്കപ്പെടുന്ന പെസഹാ കുഞ്ഞാടാണവൻ, അറുക്കപ്പെടേണ്ട പെസഹാ കുഞ്ഞാടാണവൻ എന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ എന്തു പറഞ്ഞു? ഈ ലോകത്തിൻ്റെ അധികാരം, അങ്ങനെ ഈ തൻ്റെ ജീവൻ ബലി കൊടുത്ത് പാപികളായിരിക്കുന്ന മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തെ ജീവനിലേക്ക് വഴി നടത്തി അതിനുശേഷം വേണം ആ മനുഷ്യവർഗത്തിൻ്റെ രാജാവായി തീരാൻ എന്നുള്ള വലിയ സത്യം അവനറിയാം. അവൻ എന്ത് ചെയ്തു? പിശാച് പറഞ്ഞു, നീ ത്യാഗമൊന്നും അനുഭവിക്കണ്ട, നിനക്ക് ഈ ലോകത്തിൻ്റെ രാജാവായാൽ പോലെ, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. നോക്കുക, അങ്ങനെ ത്യാഗ സമ്പൂർണമായിരിക്കുന്ന ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ അധികാരത്തിൽ പ്രവേശിക്കാനുള്ള വാഗ്ദാനങ്ങൾ പിശാച് നൽകിയിട്ടും അവൻ പറഞ്ഞു, ഒരിക്കലും അവൻ അതിന് വഴിപ്പെട്ടില്ല. അങ്ങനെ ആ അധികാരമോഹി, ആ രീതിയിൽ അധികാരം കൈകാളാൻ ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാർ, രാഷ്ട്രീയവും മതപരവുമായിരിക്കുന്ന നേതാക്കന്മാർ ആയിരുന്നുവെങ്കിൽ എത്ര പെട്ടെന്ന് ഈ പ്രലോഭനത്തിന് അവർ വഴിപ്പെടുമായിരുന്നു. നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും നാം കാണുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന MLA മാരോ MP മാരോ കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനത്തിൽ മയങ്ങി അവർ വിശ്വസിച്ചു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച്, തങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളെ ഉപേക്ഷിച്ച് മറുകണ്ഠം ചാടുന്ന അനുഭവങ്ങൾ എത്രയുണ്ട്. അപ്പം അധികാരത്തിന് വേണ്ടി സത്യത്തെ തിരസ്കരിക്കുന്നവരാവർ. വീണ്ടും നമ്മൾ കാണുകയാണ്, യേശുവിൻ്റെ ഒരു കുറ്റവിചാരണ നടക്കുകയാണ്. അവിടെ എന്തു പറഞ്ഞു? അവിടെ ആ കുറ്റവിചാരണ നടക്കുന്ന അവനെ പിടിച്ച് യഹൂദന്മാരും അല്ലെങ്കിൽ ന്യായശാസ്ത്രിമാരും ന്യായാധിപന്മാരും എല്ലാം ചേർന്ന് ക്രിസ്തുവിനെ പിടിച്ച് കയ്യപ്പാവിൻ്റെയും പീലാത്തോസിൻ്റെയും ഒക്കെ മുമ്പിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം സംഭവിച്ചതെന്താ? അവിടെ കൂടി നിന്നവരിൽ കൂടി നിന്ന ഒരു വ്യക്തിയെ പത്രോസ് അവൻ്റെ വാളെടുത്ത് അവൻ്റെ കാതറുക്കുകയാണ്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, വാള് ഉറയിലിടുക. എന്നിട്ടോ ആ അറുക്കപ്പെട്ട കാത് അവൻ തൊട്ട് സൗഖ്യമാക്കി. എന്നിട്ട് പറഞ്ഞു, വേണമെങ്കിൽ 12 ലഗിയോനിലധികം ദൂതന്മാരെ എൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി അയക്കുവാൻ എൻ്റെ പിതാവിനോട് എനിക്ക് ആവശ്യപ്പെടാം. അത് പെട്ടാൽ അവൻ അത് ചെയ്യുകയും ചെയ്യും. 12 ലഗിയോൻ എന്ന് പറയുമ്പോൾ ഒരു ലഗിയോൻ അത് റോമൻ പട്ടാളക്കാരുടെ ഒരു യൂണിറ്റാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6000 പട്ടാളക്കാരോളം വരുന്നതാണ്. ഇപ്പോൾ 12 ലഗിയോൻ എന്ന് പറയാൻ 70,000 ദൂതന്മാരെ ക്രിസ്തുവിൻ്റെ സേവകരായി അയക്കുവാൻ എൻ്റെ പിതാവിന് സാധിക്കുമെന്ന് ക്രിസ്തുവിന് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തിനു വേണ്ടിയാ? ഈ റോമൻ പടയാളികളുടെയും ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കയ്യിൽ നിന്നും തന്നെ വിടുവിക്കാൻ. പക്ഷെ ക്രിസ്തു പറഞ്ഞു, അത് വേണ്ട. കാരണം അധികാരത്തിന് വേണ്ടി അവൻ നീതിയുടെ വഴി വിട്ടു പോകുന്നവനല്ല. അതിനുശേഷം അവൻ
പീലാത്തോസിന്റെ മുൻപാകെ അവനെ കൊണ്ടുപോവുകയാണ്. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? ഈ സത്യം നീ പറയുക. വേണമെങ്കിൽ പീലാത്തോസിന് അവനെ കുറ്റവിമുക്തനാക്കാമായിരുന്നു. ഞാൻ അങ്ങനെ കാരണം അവന്റെ മേൽ ചുമത്തപ്പെട്ട ഒരു കുറ്റം അവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ പീലാത്തോസ് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവാണോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഒരു നിമിഷം പറഞ്ഞാൽ മതിയായിരുന്നു, അവനെ കുറ്റവിമുക്തനാക്കുമായിരുന്നു. പക്ഷെ ക്രിസ്തു പറഞ്ഞു, ഞാൻ യഹൂദന്മാരുടെ രാജാവ് തന്നെയാണ്, പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ ആ രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അത് മറ്റൊരു വസ്തുത നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, ക്രിസ്തുവിന് വേണേ ഈ പീലാത്തോസിന്റെ കുറ്റവിചാരണയിൽ നിന്നും മോചനം പ്രാപിച്ച് അവൻ ആ ക്രൂശ് ഒഴിവാക്കാനുള്ള അവസരം ലഭിച്ചിട്ടും അവനത് ചെയ്തില്ല. കാരണം ഞാൻ സത്യത്തിന് സാക്ഷ്യം നിൽക്കാൻ വന്നവനാണെന്നാണ് പറഞ്ഞത്. നോക്കുക, അപ്പൊ അങ്ങനെ യഹൂദന്മാരുടെ രാജാവ് അതേ കുറ്റവിചാരണയിൽ തന്നെ അതിനു മുമ്പ് മഹാപുരോഹിതൻ അവനോട് ചോദിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണോ എന്ന് ചോദിച്ചു. അവിടെയും അവന് വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് അവൻ ഒഴിവാകാമായിരുന്നു. നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് വേണേൽ പറയാമായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണ്. നോക്കുക, ഇന്ന് ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞതിനാണ് അവൻ്റെ മേലുള്ള ഏറ്റവും വലിയ കുറ്റമായി ആരോപിക്കപ്പെട്ടത്. ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. എന്നാൽ ഇന്ന് മനുഷ്യനെന്താ, ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയുന്നത് അവൻ ദൈവം തന്നെയാണെന്നാ. അപ്പൊ താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞത് കുറ്റമാണ്. പക്ഷെ ആ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞവൻ അവനെ ഇന്ന് ദൈവം തന്നെ ആക്കിയിരിക്കുക. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം എത്രയോ ദുഃഖകരമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെ കാണാൻ കയറിയ ആ സക്കായി കയറിയ അത്തിമരം അതൊരു കാട്ടത്തിയായിരുന്നു. ഇപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇന്നത്തെ ജനസമൂഹം ഒരു കാട്ടത്തിയുടെ സ്വഭാവത്തിലാണ് അവർ കാണുന്നത്. ഇങ്ങനെ ക്രിസ്തു അധികാരമോഹിയല്ല, അധികാരത്തിന് വേണ്ടി നീതിയും ന്യായവും ഉപേക്ഷിച്ച് ആ അധികാരത്തെ പുണരുന്നവനല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എത്ര വലുതാണെന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാണ്. ഇനി ആ ക്രിസ്തു നമുക്ക് ഒന്ന് കാണാൻ, സക്കായി കാണാൻ ശ്രമിച്ചു, നമുക്ക് ഒന്ന് കാണാൻ ശ്രമിക്കാം. അവൻ എന്താ പറഞ്ഞത്? അവൻ ആദ്യമേ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീനെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് അധ്വാനിക്കുന്ന ഒരു ജനസമൂഹം, ഭാരം ചുമക്കുന്നവർ, അന്നത്തെ യഹൂദ സമൂഹം തീർച്ചയായും ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരും അവരുടെ ചുമലിൽ കെട്ടിവയ്ക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാകുന്ന വലിയ ഭാരവും ചുമന്നുകൊണ്ടാണ് അവർ നടന്നിട്ടുള്ളത്. എന്നാൽ ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അപ്പൊ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രാമം നൽകും. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ലോകത്തെന്താ? വിശ്രമമാണ് നമുക്ക് വേണ്ടത്. അവൻ വലിയൊരു അത്താണിയാണ്. നമ്മുടെ എല്ലാ ജീവിത ഭാരവും ഇറക്കി വെക്കാൻ പോരുന്ന ഒരു അത്താണിയാണ് ക്രിസ്തു. ഇതിനേക്കാൾ വലിയ ആശ്വാസം എവിടെയാ? പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എവിടെയാണ് ഞാൻ എൻ്റെ ഭാരമൊന്ന് ഇറക്കി വെക്കേണ്ടത്? അതിന് നമ്മെ വഴിതെറ്റിക്കുന്നവരാ. കാട്ടത്തിമേൽ കയറിയ ആ സഖായിയുടെ അനുഭവം, അല്ലെങ്കിൽ സക്കായി കയറിയ ആ വൃക്ഷം അതൊരു കാട്ടത്തിയായിരുന്നു അതിൻ്റെ അനുഭവം. ഇന്ന് വിശ്രമം ലഭിക്കുവാൻ വേണ്ടി മനുഷ്യരെ ഇന്ന് എവിടെയൊക്കെ പോകുന്നു? നേർച്ച കാഴ്ചകൾ, അമ്പലങ്ങൾ, വിശുദ്ധന്മാരെന്ന് അവർ പ്രഖ്യാപിക്കുന്നവരുടെ കബറിടങ്ങൾ സന്ദർശിക്കുക. ഇങ്ങനെ 100 ചുമടുകൾ കെട്ടി അവരുടെ തലയിൽ വയ്ക്കുകയാണ്. നിത്യ നരകമെന്ന വലിയൊരു ഭീഷണിയിൽ അവരെ ഇട്ട് അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രക്ഷയുടെ കവാടം അവർ അടച്ചു കളയുകയാണ്. അപ്പോൾ പറഞ്ഞു, എന്താ ക്രിസ്തു എന്ത് പറഞ്ഞു? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക. ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാകുന്ന ആ ചുമടുകൾ ചുമത്തുന്ന ആ ശാസ്ത്രിമാരും പരീശന്മാരും ഒരു ചെറുവിരൽ കൊണ്ടുപോലും തൊടാൻ അവർ തയ്യാറല്ല. നമ്മുടെ ഭാരത്തിനൊരു കൈത്താങ് തരാൻ അവർ തയ്യാറല്ല. എന്നാൽ ക്രിസ്തു എന്ന അത്താണി നമ്മുടെ മുഴുവൻ ഭാരവും അവൻ്റെ മേലിടാനാണ് പറഞ്ഞത്. നോക്കുക, അപ്പം നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ ഭാരം താങ്ങുന്ന ഒരു അത്താണിയായി ഒരുവൻ ഉണ്ട് എന്നുള്ളത് ഈ വിഹുലരായിരിക്കുന്ന വിഷമിക്കുന്ന മനുഷ്യവർഗത്തിന് എത്ര ആശ്വാസകരമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. വീണ്ടും അവൻ പറയുക, ഞാൻ നല്ല ഇടയനാണ്. നോക്കുക, ഇങ്ങനെ പറയാൻ ആർക്ക് സാധിക്കും? എന്താ?
ഇന്ന് അനേകം ഇടയന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ മതത്തിൻ്റെ വിശേഷിച്ചും ക്രൈസ്തവ സമൂഹത്തിൽ ഇടയന്മാരുടെ ബഹളമാണ്. അവരൊക്കെ നല്ല ഇടയൻ എന്നുള്ള ആ പേരിൽ ചുമത്തി ചാർത്തി അങ്ങനെ നടക്കുകയാണ്. എന്നാൽ ക്രിസ്തു എങ്ങനെയാണ് നല്ല ഇടയനാകുന്നത്? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതാണ് നല്ല ഇടയൻ്റെ ലക്ഷണം. ഇന്നത്തെ ഇടയ ശ്രേഷ്ഠന്മാരിൽ ആർക്ക് സാധിക്കും? ആരുണ്ട് ഇതിന് തയ്യാറായിട്ടുള്ളവർ? ഇപ്രകാരം തൻ്റെ ജീവൻ കൊടുത്തും തങ്ങളുടെ ഈ ആടുകളെ സംരക്ഷിക്കണമെന്നൊരവസ്ഥ വന്നാൽ ആ ഇടയ പദവിയിൽ നിലനിൽക്കാൻ എത്ര ഇടയശ്രേഷ്ഠന്മാർ ഇവിടെ ഉണ്ടാകും? അവരൊക്കെ ക്രിസ്തു എന്ന് പറഞ്ഞു, യഥാർത്ഥ ഇടയനു മാത്രമേ ആടുകൾക്ക് വേണ്ടി മറ്റ് വന്യജീവികൾ, ഹിംസ്ര ജന്തുക്കൾ ഇവയെ ആക്രമിക്കാൻ വരുന്നത് കാണുമ്പോൾ ആ ഹിംസ്ര ജന്തുക്കളോട് പടവെട്ടി തൻ്റെ ആടുകളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു യഥാർത്ഥ ഇടയനെ, ആടുകളെ സ്നേഹിക്കുന്ന ഒരു ഇടയനു മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരോ ഈ മൃഗങ്ങൾ വരുന്നത് കാണുമ്പോൾ ആടുകളെ ഇട്ടിട്ട് ഓടിപ്പോകും. നോക്കുക, ഇന്ന് നമ്മുടെ മതവിഭാഗങ്ങളിൽ, വിശേഷിച്ചും ക്രൈസ്തവ വിഭാഗങ്ങളിൽ കാണുന്ന വലിയൊരു പരിതാപകരമായിരിക്കുന്ന അവസ്ഥയാണ്. അവർ ഇടയന്മാരെന്നും പിതാക്കന്മാരെന്നുമെല്ലാം വിളിക്കുന്നവർ ഈ ജനത്തെ തെരുവുകളിൽ തല്ലുകൊള്ളിക്കുകയും തെരുവുകളിൽ അവരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പിതാക്കന്മാരെയും ഇടയന്മാരെയോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ നല്ല ഇടയനാണ്. അപ്പം ആ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. വീണ്ടും പറയാ, എന്തുവാ? യഹോവയുടെ ഇടയനാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയാ. അപ്പം പറയാ, ഇടയൻ എന്തായി? അവൻ പച്ചമേച്ചൽ പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ഇപ്പൊ പച്ചമേച്ചൽ പുറങ്ങളിൽ കിടത്തുവാനും അവിടെ ഒരു വിശ്രമമാണ്. അതുപോലെ തന്നെ സ്വച്ഛതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുവാനും പോരുന്ന ഒരു നല്ല ഇടയാണ് ക്രിസ്തു. വീണ്ടും ആ നല്ല ഇടയൻ എങ്ങനെയാണ് ആടുകളെ പരിപാലിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ പറയുക, അവന് നല്ല ഇടയനാണ്. അവൻ എന്താ ചെയ്യുന്നത്? അവൻ കുഞ്ഞുങ്ങളെ ചുമലിലെടുത്ത് മാറുവിടത്തിൽ ചേർത്ത് നടക്കുന്നു. അതോടൊപ്പം തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ചുമലിൽ എടുത്ത് മാറോട് ചേർത്ത് തള്ളകളെ പതുക്കെ നടത്തുന്ന ഒരു നല്ല ഇടയൻ. എന്താ തള്ളകളെ പതുക്കെ നടത്തുന്നത്? ഗർഭിണികളായ ആടുകളെ കുറിച്ചാണ് പറയുന്നത്. ഏതാണ്ട് പൂർണ്ണ ഗർഭിണികളായിരിക്കുന്ന ആടുകൾ ആ ആട്ടിൻപറ്റത്തിലുണ്ടാവും. അവയെ അവൻ വളരെ പതുക്കെ നടത്തുകയാണ്. അപ്പോൾ അവർക്ക് നൽകുന്ന പരിപാലനം എത്ര വലുതാണ്! ഇതാണ് ആ യഥാർത്ഥ ഇടയൻ്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ ഇടയൻ, അവൻ, യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. അപ്പം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളുടെ ഭാരം ഇറക്കി വെക്കാൻ പോരുന്ന ഒരു വലിയ അത്താണിയാണ്, അത് ചുമക്കാൻ പോരുന്ന അത്താണിയാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നവനാണവൻ. ഇനി നോക്കുക, നമുക്ക് മനുഷ്യ സമൂഹത്തിൽ, അത് കുടുംബമായിക്കോട്ടെ, വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ, ഇതിനൊക്കെ അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ യാതൊരു വിധത്തിലുള്ള കർഷണങ്ങളുമില്ലാതെ മുമ്പോട്ട് പോകുവാൻ ഇടയാക്കുന്ന ഒരു വസ്തുത, മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമെന്നുള്ളതാണ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ പരസ്പര സ്നേഹം, വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടൊരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ ഭവനത്തിലായിക്കോട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല, സ്നേഹമില്ല. മാതാപിതാക്കളോട് മക്കൾക്ക് സ്നേഹമില്ല, അയൽക്കാരോട് സ്നേഹമില്ല. അങ്ങനെ സ്നേഹത്തിൻ്റെ ആ സ്നേഹമെന്ന ആ ഏറ്റവും വലിയ സ്വഭാവ ഗുണം, നമുക്കുണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണം, അത് നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. ഇവിടെ ഈയിടെ നമുക്ക് രാഷ്ട്രീയത്തിലൊരു വാക്ക് കേൾക്കാനിടയായി, ഞാൻ വിദ്വേഷത്തിൻ്റെ ഫാക്ടറി വിട്ട് ഞാൻ സ്നേഹത്തിൻ്റെ ഒരു കട തുറക്കുകയായെന്ന്. നോക്കുക, അപ്പോൾ വിദ്വേഷത്തിൻ്റെ ഫാക്ടറികളാണ് ഈ ലോകത്ത് മുഴുവൻ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കാനല്ല നമ്മൾ പോകേണ്ടത്. അത് ഉപേക്ഷിച്ച് കളഞ്ഞ് സ്നേഹത്തിൻ്റെ കട തുറക്കുവാൻ തക്കവണ്ണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു മഹാസ്നേഹവാനായ വ്യക്തിയാണ് യേശുക്രിസ്തു. ആ സ്നേഹം, അവൻ പറഞ്ഞു, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം, അവന് ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കാം. നോക്കുക,
നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കണം, അവന് ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കണം. എങ്കിൽ നീ അവന് വലിയൊരു കുറ്റബോധമാണ് വരുന്നത്. അവൻ നമുക്കെങ്ങനെ ശത്രുവായി എന്നുള്ളതിനെ കുറിച്ച് ഉള്ള കുറ്റബോധം, അതാ പറഞ്ഞ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ഇത് പറയാ, നിന്റെ വലത്തെ ചെകിട്ടത്തടിച്ചാൽ നിന്റെ ഇടത്തെ ചെകിടുകൂടി അവന് കാണിച്ചു കൊടുക്കുക എന്നാ പറയുന്നേ. അപ്പം അത്രമേ അവനെ സ്നേഹിക്കാൻ, നിന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കണം. ക്രിസ്തുവിനോട് ചോദിച്ചു, ഞാൻ ജീവൻ പ്രാപിക്കാൻ ഒരുവൻ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തു പറഞ്ഞു, എന്താണ് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. പിന്നെ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പൊ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നമ്മുടെ ദൈവത്തെയും കൂട്ടുകാരനെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ക്രിസ്തു പറഞ്ഞത്. അതാണ് ജീവനിലേക്ക് എത്തുവാനുള്ള വഴി. അതാണ് മനുഷ്യ സമൂഹത്തിൽ, മനുഷ്യ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനുള്ള വലിയ മാർഗമത. അപ്പൊ സമാധാനം നഷ്ടപ്പെട്ട, സമാധാനം അന്യമായി തീർന്ന ഈ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ കൃപ. അതാണ് ക്രിസ്തു പറഞ്ഞത്, നീ അവനെ സ്നേഹിക്കണം. നോക്കുക, ക്രിസ്തു അതിന് വലിയൊരു ഉപമ പറഞ്ഞു. എന്താ, ആരാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന് ചോദിച്ചു. ക്രിസ്തു പറഞ്ഞു, ഒരു നല്ല ശമരിയാക്കാരൻ്റെ ഉപമയാണ് ക്രിസ്തു പറഞ്ഞത്. എന്താ ആ ഉപമ പൂർണ്ണമായും വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ആ നല്ല ശമരിയാക്കാരൻ ഒരുവൻ വഴിയാത്രയിലാണ്. ആ വഴിയാത്രയിൽ അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനെ അവർ മൃതപ്രായനാക്കി അവനെ വഴിയിൽ ഉപേക്ഷിച്ച് കള്ളന്മാർ കടന്നുപോയി. അപ്പോൾ അതുവഴി ഏതാനും വ്യക്തികൾ വരികയാണ്. ആദ്യം വന്നത് ഒരു ലേവ്യനാണ് വന്നത്. നമ്മുടെ ഈ മൃതപ്രായനായി കിടക്കുന്ന മനുഷ്യൻ അവൻ്റെ യഹൂദനാണ്. അപ്പോൾ കടന്നു വന്നത് ആ യഹൂദ ഗോത്രത്തിലെ യഹൂദ വംശത്തിലെ ലേവ്യ ഗോത്രക്കാരനാണ്. അവൻ പുരോഹിത ഗോത്രക്കാരനാണ്. അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ അവൻ കണ്ടിട്ട് കാണാതെ കടന്നുപോയി. അവിടെ നിന്നും പുറകെ വന്നത് മറ്റാരുമല്ല, ഒരു പുരോഹിതനാണ്. നോക്കുക, അവനും എന്തു ചെയ്തു? പുരോഹിതൻ മനുഷ്യന് വേണ്ടി, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പുരോഹിതൻ, യാഗങ്ങൾ അർപ്പിക്കുന്നവൻ, അവൻ കടന്നു. അവനും ഇപ്രകാരം ഈ മൃതപ്രായനായ മനുഷ്യന്റെ നേരെ കണ്ണടച്ച് കടന്നുപോയി. എന്നാൽ ഇതാ അതിൻ്റെ പിറകെ മറ്റൊരുവൻ വരുന്നു. അവൻ്റെ ശമര്യനാണ്. നമ്മൾ മനസ്സിലാക്കുക, ശമര്യന്റെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ ശമര്യനും യഹൂദനും തമ്മിലുള്ള ബന്ധം എന്താ? യഹൂദന്റെ ആജന്മ ശത്രുവാ ശമര്യൻ. പക്ഷേ ആ ശമര്യൻ എന്തു ചെയ്തു? അവൻ തൻ്റെ വാഹനം മൃഗത്തിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങി ഈ മൃതപ്രായനായി കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് ചെന്നു. സ്വന്തം വസ്ത്രം വലിച്ചു കീറി അവൻ്റെ വ്രണങ്ങളെല്ലാം കെട്ടി അവനെ എഴുന്നേൽപ്പിച്ചു. തൻ്റെ വാഹനം മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി അവനെ അടുത്തുള്ള സത്രത്തിലേക്ക്, വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവനെ ശുശ്രൂഷിക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടാണ് അവൻ പോയത്. അങ്ങനെ ഇവനാണ് യഥാർത്ഥ സ്നേഹിതനെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ തമ്മിൽ കൊല്ലിനും കൊലയ്ക്കും കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ മത സംവിധാനങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തു പറഞ്ഞ ഈ ഒരൊറ്റ ഉപമയുടെ ആശയം ഉൾക്കൊള്ളാൻ ഇന്നത്തെ മനുഷ്യ സമൂഹത്തിന്, നേതാക്കന്മാർക്ക് സാധിക്കുന്നുവെങ്കിൽ ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒരു കലഹവും ഉണ്ടാവില്ല. നമ്മളെല്ലാം ഒരേ പിതാവിൻ്റെ മക്കളാണ്, മനുഷ്യവർഗമാണ്, മനുഷ്യരാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയാകാൻ വേണ്ടിയാ ക്രിസ്തു ഇവിടെ വന്നത്. ഒരിക്കലും ക്രിസ്തു മറുവിലയായത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയല്ല, സകല മനുഷ്യവർഗത്തിനും വേണ്ടിയാണ്. അവനിവിടെ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല ക്രിസ്തു. അതാണ് ഏറ്റവും വലിയ വസ്തുത. നമ്മളിന്ന് ക്രിസ്തു സ്ഥാപിച്ച ഒരു മതമല്ല ക്രിസ്തു മതം. ക്രിസ്തു ഒരു മതവും സ്ഥാപിക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ സ്നേഹത്തിൻ്റെ ആ വലിയ ഭണ്ഡാരം അഴിച്ച് നമ്മുടെ മുമ്പിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥബോധമുണ്ടാകുവാൻ, ലക്ഷ്യബോധമുണ്ടാകുവാൻ, സമാധാനമായി നമുക്കൊന്ന് കിടന്നുറങ്ങാൻ ഉള്ള വഴിയാണ് പറഞ്ഞത്, നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അപ്പൊ ഈ സ്നേഹത്തിന്റെ വലിയൊരു പ്രാക്ടിക്കലായിട്ടുള്ള കുറേ വസ്തുതകൾ കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം, അവിടെ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ പൗലോസ്, ക്രിസ്തുവിന് ശിഷ്യനായിരിക്കുന്ന പൗലോസ് പറയുന്ന വലിയ കുറേ കാര്യങ്ങളുണ്ട് സ്നേഹത്തെക്കുറിച്ച്.
എന്താണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്? സ്നേഹം എന്ത് ചെയ്യുന്നു? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തു പറയുന്നു? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥമന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. ഇതാ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കുറെ ഗുണങ്ങളാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമുക്ക് ആരുടെയെങ്കിലും പക്ഷത്തു നിന്നും ഇങ്ങനെയൊരു ക്ഷമാപണം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ചു എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ തെറ്റുകൾ ഞാൻ ക്ഷമിച്ചു എന്ന്? നമ്മൾ നോക്കുക, കാൽവറിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ അരുമനാഥൻ പറയുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായോണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, താൻ പറയുന്നത് പ്രവൃത്തിയിൽ കൂടെ കാണിച്ചിട്ടുള്ളവനാണ്. തന്നെ ക്രൂശിക്കുന്ന, തൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് തന്നെ ചാട്ടവാറുകൾ കൊണ്ടടിച്ച് തനിക്ക് കയ്പ് നീര് കുടിക്കാൻ തന്ന ഈ റോമൻ പടയാളികളോടെ സംബന്ധിച്ച് അവൻ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായോണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇങ്ങനെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ പോരുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ, ഈ ജീവിതത്തിൽ എവിടെയാണ് പ്രിയമുള്ളവരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ സ്നേഹത്തിന്റെ അഭാവമാണ് ഈ സമൂഹത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. പിന്നെയോ, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. നോക്കുക, ഇന്ന് മനുഷ്യവർഗത്തിന്റെ ഏറ്റവും വലിയ ഒരു ശാപം അതാണ്. അവർ സ്വാർത്ഥരാണ്, സെൽഫിഷാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ മതി, മറ്റുള്ളവന്റെ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് പോലുമില്ല. ഇപ്പൊ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം എന്ന് ഉള്ള ഒരു ചിന്താഗതി. നീ ആഹാരം കഴിച്ചില്ലെങ്കിലും അവനെ കഴിപ്പിക്കണം. യേശുവിൻ്റെ അടുക്കൽ കുറച്ചുപേര് വന്നു, അല്ലെങ്കിൽ യേശു കുറച്ചുപേരെ കണ്ടു. അവരോട് പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല. നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. അങ്ങനെ ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾക്കൊന്നും നിങ്ങളൊരു പരിഹാരം നൽകിയിട്ടില്ല. അപ്പൊ അവർ ചോദിച്ചു, ഞങ്ങൾ നിന്നെ എപ്പോഴാണ് അങ്ങനെ കണ്ടതെന്ന്. അപ്പൊ ക്രിസ്തു അവരോട് പറഞ്ഞത്, ഈ നിൽക്കുന്നവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എനിക്ക് ചെയ്യാത്തതിന് തുല്യമാണ്. നോക്കുക, നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഇവിടെ ഈ ലോകത്തിൽ മതങ്ങളെല്ലാം എന്തെല്ലാം മാർഗങ്ങളാ കണ്ടെത്തിയിരിക്കുന്നത്. അവർ നടത്തുന്ന നേർച്ച കാഴ്ചകൾ, അവരുടെ കുർബാനകൾ, കുംഭസാരങ്ങൾ, പുണ്യസ്ഥലങ്ങളുടെ സന്ദർശനങ്ങൾ, ഇങ്ങനെ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ നടത്തുന്ന ബലികളും നേർച്ചകളുമെല്ലാം അതൊന്നും ദൈവസന്നിധിയിൽ വില പോകുന്നതല്ല, അംഗീകാര യോഗ്യമല്ല. അതൊക്കെ നടത്തുന്ന സമയത്ത് നിന്റെ ദരിദ്രനായി കാണുന്ന നിന്റെ ഒരു അയൽവാസിയെ, നിന്റെ ഒരു സഹോദരനെ നിനക്ക് അവന് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ, അവൻ രോഗിയായി കണ്ടുവെങ്കിൽ അവന്റെ രോഗത്തിൽ ചെന്ന് കാണാൻ, അവനെ ആശ്വസിപ്പിക്കാൻ നിനക്ക് സാധിച്ചെങ്കിൽ, അതാണ് നാം ദൈവത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ, അല്ലെങ്കിൽ ദൈവത്തെ നാം പ്രീതിപ്പെടുത്തുന്ന വലിയ വസ്തുത അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പിന്നെ സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥമന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അതാണ് മറ്റൊരു വലിയ വസ്തുത. ഇംഗ്ലീഷിൽ അതിൻ്റെ എങ്ങനെയാണ്? ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ റോങ്സ് എന്ന. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ദ റോങ്സ്. നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ ഒന്നും ഇങ്ങനെ അക്കൗണ്ട് ബുക്കിൽ നമ്മൾ എഴുതി ചേർത്ത് വെക്കാറില്ല.
നമ്മൾ നോക്കുക, ഒരു ഭവനത്തിൽ അമ്മായിയമ്മയും മരുമോളും എന്താ അവർ ചെയ്യുന്നത്? മരുമോൾ വന്ന് കയറിയ കാലം മുതൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ, അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെയും അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അവളോട് പക വീട്ടുന്ന ഒരമ്മായിയമ്മ. ഇനി അമ്മായിയമ്മയുടെ മരണക്കിടക്കയിൽ പോലും ആ അമ്മായിയമ്മയോട് ചോദിക്കും, നിങ്ങളായ കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് എന്നോട് ഇതൊക്കെയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുന്ന മരുമകൾ. ഇവരോടാ പറയുന്നത്. ഇങ്ങനെ ആ സമൂഹത്തിൽ പരസ്പരം പകവീട്ടാൻ ശ്രമിക്കുന്നവരോടാ പറയുന്നത്. എന്ത് ചെയ്യുന്നു? നിനക്ക് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം എന്ത് ചെയ്യുന്നില്ല? ദോഷങ്ങളുടെ ഒരു കണക്ക് പുസ്തകവും സ്നേഹത്തിൻ്റെ ആ കടയിലില്ല. സ്നേഹത്തിൻ്റെ കടയിൽ ദോഷങ്ങളുടെ അക്കൗണ്ട് പുസ്തകം സൂക്ഷിക്കുന്നില്ല പ്രിയമുള്ളവരെ. അതെല്ലാം അപ്പം തന്നെ റൈറ്റ് ഓഫ് ചെയ്യും. ഒരുവൻ എന്നോട് ചെയ്തിരിക്കുന്ന തെറ്റുകൾ അത് എഴുതിത്തള്ളുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠമാണത്. സ്നേഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് വീണ്ടും ഇങ്ങനെ കുറേയേറെ വസ്തുതകൾ, ഉപദേശങ്ങൾ ക്രിസ്തു ജീവിത ബന്ധിയായിരിക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ അത് ആകുല രഹിതമാക്കാം, എങ്ങനെ സന്തോഷപൂർണമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ക്രിസ്തു നൽകിയിരിക്കുന്ന വളരെയധികം ആലോചനകളുണ്ട്. ആ ആലോചനകൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ ചിന്തിക്കുക. അതിന് ഇപ്പോൾ സമയക്കുറവ് കൊണ്ട് ഞാൻ ഈ ദിവസം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് ജീവിതത്തിലെ നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്ന ഇങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ അത് ക്രിസ്തു നൽകിയതുപോലെ ഇവിടെ മറ്റൊരു മത നേതാക്കന്മാരും നൽകിയിട്ടില്ല, ഒരു രാഷ്ട്ര നേതാക്കന്മാരും നൽകിയിട്ടില്ല. അവൻ നമ്മുടെ മനസ്സിനെ തൊട്ടറിഞ്ഞവനാ, മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കിയവനാ. അപ്പൊ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് നേരിടണമെങ്കിൽ, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ അതിനൊക്കെ നമ്മെ പ്രാപ്തരാക്കുന്ന വലിയൊരു കൗൺസിലിംഗ് കേന്ദ്രമാണ് ക്രിസ്തുവിൻ്റേത്. പലപ്പോഴും നമ്മുടെ തെറ്റുകളെക്കുറിച്ച്, നമ്മുടെ പാവങ്ങളെക്കുറിച്ച് നാം മാനസികമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അവിടെ പറയുക, അവൻ വലിയൊരു ഒരു ക്ലീനിങ് ഏജന്റ്. നമുക്കറിയാവുന്ന വസ്ത്രം അലക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി സോപ്പ് പൗഡറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പല സോപ്പ് പൗഡറുകളുടെയും പരസ്യങ്ങൾ വരും, ഇതിന് ഇന്ന പ്രയോജനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എന്നാൽ ഇതുപോലെ നിന്റെ വസ്ത്രം കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പാപം ആകുന്ന ആ കറകളെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധിയുടെ തലത്തിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം നമ്മെ ക്ലീൻ ചെയ്യാൻ പോരുന്നവനാണ് ക്രിസ്തു എന്ന് പറയുന്ന ആ വലിയ ഡിറ്റർജന്റ് എന്ന് പറയും. അപ്പോൾ നോക്കുക, തൻ്റെ അടുക്കൽ പരീശന്മാർ, ശാസ്ത്രിമാരൊക്കെ കൊണ്ടുവന്ന ഒരു വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുണ്ട്. അവരെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവർക്കുള്ള ശിക്ഷ വിധിക്കാൻ പറഞ്ഞു. ക്രിസ്തു കുറേ നേരം അവിടെ മുമ്പിലിരുന്നു. അവൾ ക്രിസ്തുവിൻ്റെ മുമ്പിലിരുന്നു. അവൻ കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞു. അവൻ തല ഉയർത്തി നോക്കി. അവൻ എന്തു പറഞ്ഞു? കൊണ്ടുവന്നവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവനെ കല്ലെറിയട്ടെ എന്ന്. അപ്പൊ നിങ്ങളിൽ കുറ്റമില്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ടാ ക്രിസ്തു അവിടെ കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത്. ക്രിസ്തു പ്രതീക്ഷിച്ചു ആരെങ്കിലും ഒക്കെ ഇവിടെ ഇപ്പൊ കല്ലെറിയുമെന്ന്. അവിടെ കൂടി വന്ന ജനസമൂഹം അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ശൂന്യമാണ്. ക്രിസ്തുവും ആ സ്ത്രീയും മാത്രമേ അവിടെയുള്ളൂ. അപ്പൊ അവരുടെ മനസാക്ഷി അനുവദിച്ചില്ല. അവർ കണക്ക് കൂട്ടി, ഇവളെ കല്ലെറിയുവാൻ തക്കവണ്ണം ഞാൻ പരിശുദ്ധനല്ല എന്നവർക്ക് മനസ്സിലായി. ക്രിസ്തു നൽകിയ ഉപദേശം അവളോട് മകളെ, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി നീ പാപം ചെയ്യരുത്. ഇതാണ് ക്രിസ്തു എന്ന ആ മഹാഗുരു നൽകിയ ഉപദേശം. ശിക്ഷയതാ. നോക്കുക, ഇതിനേക്കാൾ വലിയ ശിക്ഷ അവളുടെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ വിധിയാണ് അവൻ പ്രഖ്യാപിച്ചത്. മകളെ, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു, ഇനി എങ്ങനെ ചെയ്യരുതേ, ഇനി ഇത് ആവർത്തിക്കരുതേ. ഇങ്ങനെയുള്ള ഒരു മഹാഗുരുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അല്പസമയം അടുത്തു വരിക. ഇനിയും വളരെയേറെ കാര്യങ്ങൾ ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന
മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത പ്രാവശ്യം ഏറെ താമസിയാതെ തന്നെ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അതുമായി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന വർഷം, ദൈവം അനുവദിക്കുന്ന വർഷം നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ പരിപാലിക്കട്ടെ. ക്രിസ്തു എന്ന ആ മഹാരക്ഷകൻ, നമ്മുടെ ആ വലിയ അത്താണി, നമ്മുടെ നല്ല ഇടയൻ, അവൻ നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം നിങ്ങളുടെയും എൻ്റെയും പാപത്തിനു വേണ്ടിയുള്ളതാണ്. ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ, അവൻ നമ്മുടെ പാപപരിഹാരകനാണ് എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ ക്രിസ്തു നോക്കുക, ക്രൂശിൽ തൻ്റെ ജീവൻ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പറയുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെ ഒരു സമാധാനം നൽകുവാൻ പോരുന്ന ഒരു രക്ഷിതാവിനെ നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കുകയില്ല. ലോകം തരുന്ന സമാധാനമൊക്കെ താൽക്കാലികമാണ്, അവയൊക്കെ വെറും നീർക്കുമിളകളാണ്, അവയ്ക്കൊന്നും സ്ഥായിയായ അടിസ്ഥാനമില്ല, നിലനിൽപ്പില്ല. എന്നാൽ ക്രിസ്തു തരുന്ന ദിവ്യ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുമാറാകട്ടെ. ആ ദൈവ സമാധാനം ക്രിസ്തുയേശുവിൽ കാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ നല്ല ദിവസങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മനസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്യങ്ങൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. വീണ്ടും നമുക്ക് ദൈവം അനുവദിച്ചാൽ ഉടനെ തന്നെ കാണാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട്